വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. 2025 എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലെ. ഇനി 2026 എക്സാംസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. കുറെ അധികം ആസ്പിറൻസ് 2025 കുറെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ചിലർക്ക് പ്രിലിംസ് ക്ലിയർ ആകും, ചിലർക്ക് പ്രിലിംസ് ഓക്കെ ആണ്, പക്ഷെ മെയിൻസ് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം സിലബസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ട്, എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റും, ഓരോ സബ്ജക്ട്സിലെ ടോപ്പിക്സ് എന്തൊക്കെയാണ്. പക്ഷെ അങ്ങോട്ട് സ്പീഡ് എത്തുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസിന്റെ പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനിയും ഞാൻ ടോപ്പിക്സ് എല്ലാം പഠിച്ചതേ ഉള്ളൂ, ഇനി ഒന്നുകൂടെ അതെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2026 എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യെസ്, ഉറപ്പായിട്ടും പറ്റും. കൺസിസ്റ്റൻസി എന്നൊരു വേർഡ് മാത്രം നിങ്ങൾ മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. 4 സബ്ജക്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 4 സബ്ജക്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് വിത്ത് ടൈമർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് 2.0 എത്തുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ എന്താണ്, എങ്ങനെയായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുക, ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. എല്ലാവരും ചോദിക്കും, ഈ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ച് 2.0 എല്ലാ സബ്ജക്ട്സും ഉണ്ടാകുമോ, എന്തൊക്കെയാണ് കവർ ചെയ്യുക? നമ്മളിവിടെ പ്രിലിംസ് കവർ ചെയ്യും, അതായത് പ്രിലിംസിന്റെ ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രാക്ടീസ് മാത്രമാണോ? ഫസ്റ്റ് റൗണ്ട് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്ത്, അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കീ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതെല്ലാം നിങ്ങളെ കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പ്രാക്ടീസ് ചെയ്യുക. 2026 വരുന്ന എല്ലാ എക്സാംസിന്റെയും സിലബസ് സെയിം ആണ്. ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ പ്രിലിംസിന്റെ കംപ്ലീറ്റ് സിലബസും നമ്മൾ അതിൽ കവർ ചെയ്യും, റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, പക്ഷെ ഒന്നും കൂടെ അതൊന്ന് റിവൈസ് ചെയ്യാനും കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഓക്കെ ആക്കാനും ഇത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ മെയിൻസ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് മെയിൻസ് എന്ന് പറയുന്നത്. അതിൽ മെയിൻസിന്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഈ ഒരു ബാച്ചിൽ കവർ ചെയ്യും. കാരണം ഒന്നേന്ന് എല്ലാ ടോപ്പിക്സും നമ്മൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിപ്പിച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് പ്രാക്ടീസ് സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവായിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന ഇന്റർവ്യൂവിന് നമ്മളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ബാങ്കിങ് അവയർനെസിന്റെ ക്ലാസ്സസ് ആണെങ്കിലും അത് കൂടാതെ 1-to-1 ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, SBI പോലെയുള്ള നമ്മളുടെ SBI PO എക്സാമിനൊക്കെ ഉറപ്പായിട്ടും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. സോ അതിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നുള്ള തോന്നലുള്ള ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. നമുക്ക് തന്നെ കുറെ പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒന്നും കൂടെ എല്ലാം പൊടിതട്ടി എടുക്കണം, നന്നായിട്ട് ഒന്നും കൂടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഒരു ബെറ്റർ കമ്പാക്ടിന് വേണ്ടിയിട്ട്. സോ അതിന് നിങ്ങളെ അടിപൊളിയാക്കി പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചുമായിട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ടോട്ടൽ 450+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ 2 to 3 hours പെർ ഡേ, മാക്സിമം നിങ്ങൾക്ക് 3 മണിക്കൂറേ ഉണ്ടാവും. കാരണം ഈ വർഷം മുതൽ നിങ്ങളെ ഒരുപാട്, അതായത് ഈ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ്ലി നമ്മൾ ബേസ് എല്ലാം എടുത്ത്, അതായത് ബേസ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതൊന്നും കൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് മാക്സിമം നമ്മൾ ഒരു ഡേ 3 മണിക്കൂർ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കാം. മാക്സിമം നമ്മൾ 2-ൽ നിർത്തും. പക്ഷെ നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ ഇപ്പൊ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൊണ്ട് ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു 3 hours വരെയൊക്കെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പൊ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആസ്പിറൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതാത് ദിവസം ക്ലാസ്സസ് കണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. വീക്ക്ലി 5 to 6 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരിക. സൺഡേ ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അവധിയായിരിക്കും. പിന്നെ എക്സാം അടുപ്പിക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാലോ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ നിങ്ങൾക്ക് ക്ലാസ്സസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ആരൊക്കെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ബാച്ചസ് ഉണ്ടായിരുന്നു. 2025 ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ബാങ്കർ ആയിരുന്നു.
അതിനുശേഷം നമ്മൾ മിഷൻ സൈനിക് ബാങ്കർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടായിരുന്നു. ദെൻ അതിനുശേഷം മെയിൻസ് ബൂസ്റ്റർ ബാച്ച്, IBPS SBI ടാർഗറ്റ് ബാച്ച്, RRB ക്ലർക്കിന് തന്നെ നമുക്ക് 2 ബാച്ച് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത ആസ്പിറൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ബാങ്ക് റെഗുലർ ബാച്ചിൽ ഇനി ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2026 പ്രാക്ടീസ് ചെയ്യാൻ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ബാച്ചുകളിലെല്ലാം നമ്മൾ തന്നെയായിരുന്നു നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ എനർജിയോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഈ വർഷവും നമ്മൾ ക്ലാസ്സസ് എടുക്കുക. റീസണിങ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുക. കംപ്ലീറ്റ് പ്രിലിംസും 100% സിലബസ് കവർ ചെയ്ത് A to Z നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കും. അത് നമ്മളുടെ വാക്കാണ്. ദെൻ അതേപോലെ ഇംഗ്ലീഷ് രേവതി മിസ് ആയിരിക്കും. ഞാൻ എക്സ്ട്രാ പറയണ്ട. എല്ലാ കാര്യങ്ങളും, അത് പ്രിലിംസിന്റെ ആയിക്കോട്ടെ, മെയിൻസിന്റെ ആയിക്കോട്ടെ, അതിന് ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഇന്റർവ്യൂവിനായിക്കോട്ടെ, എല്ലാ സപ്പോർട്ടും മിസ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ കറണ്ട് അഫേഴ്സ് അനുശ്രീ മിസ് ആണ്. അപ്പോൾ നമുക്ക് 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ മെയിൻസ് എക്സാമിനും വേണ്ടത്. സോ അത് തന്നെ മിസ് ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി നിങ്ങൾക്ക് നോട്ട്സും നിങ്ങൾക്ക് റിവിഷനായിട്ടും എല്ലാ സപ്പോർട്ടും മിസ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമുക്ക് 2 പേരാണുള്ളത്, നിഖിൽ സാറും അതേപോലെ തന്നെ ഹരികൃഷ്ണൻ സാറും. ബേസ് മുതൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സും ടെക്നിക്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിഖിൽ സാറും ഹരിസാറും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പേരായിരിക്കും നമ്മളുടെ ഈ ഒരു സൈലം ബാങ്കിങ്ങിന്റെ ടീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളുടെ ക്ലാസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ ആസ്പിറൻസും അറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ആസ്പിറൻസും നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെയാണ് ഓൾറെഡി ക്ലാസ്സസ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും 100% സിലബസ് കവർ ചെയ്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ അതേപോലെ സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ദെൻ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എല്ലാ ദിവസവും. പക്ഷെ ആ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 1 year ആണ് നമ്മളുടെ കോഴ്സിന്റെ വാലിഡിറ്റി. സോ അത്രയും നാളും നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ നോട്ട്സ്, അത് കൂടാതെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ടായിരിക്കും. ഇപ്പൊ റീസണിംഗിൽ ഒരു ടോപ്പിക് ഞാൻ ഇന്ന് ക്ലാസ് എടുത്താൽ കംപ്ലീറ്റ് അതിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞ് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മൾ DPP എന്നാണ് പറയുക, ഡെയിലി പ്രാക്ടീസ് പേപ്പർ. ഇത് കൂടാതെ ടെലഗ്രാം വഴി നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ഇത്ര ക്വസ്റ്റ്യൻ ക്വാണ്ട്, ഇത്ര ക്വസ്റ്റ്യൻ റീസണിംഗ്, ഇത്ര ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, അത്രയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അത് നമ്മൾ ഡെയിലി ടാർഗറ്റ്സ് നിങ്ങൾക്ക് ടെലഗ്രാം ത്രൂവും അതേപോലെ തന്നെ ആപ്പ് ത്രൂവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണോ ഒരു വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് അതിന്റെ എല്ലാം വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിന്റെയും ടോപ്പിക് ടെസ്റ്റ് നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് ആയിട്ട് നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് വിത്ത് ടൈമർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മളുടെ ഈ വർഷത്തെ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്റൻസീവ് വർക്ക്ഔട്ട് സെക്ഷൻസ് ആയിരിക്കും. അത് പ്രിലിംസ് എക്സാം ആണെങ്കിലും മെയിൻസിനാണെങ്കിലും കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് തുടക്കം മുതലേ പറയുന്നതാണ്. നമ്മുടെ ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈമർ വെച്ചിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് വേണം. കാരണം സ്പീഡും ആക്യുറസിയും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മളുടെ ബാങ്ക് എക്സാം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാക്ടീസ് മസ്റ്റ് ആണ്. ദെൻ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി ടെസ്റ്റും ഉണ്ടാകും, സെക്ഷണൽ ടെസ്റ്റും അതേപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഡൗൺ ക്ലിയറിംഗ് സെക്ഷനും മെമ്മറി ബേസ്ഡ് പേപ്പറും എല്ലാം നമ്മൾ നിങ്ങളെ കവർ ചെയ്യിക്കുന്നതായിരിക്കും. ലൈവിൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആകും. പക്ഷേ റെക്കോർഡഡ് സെഷൻസ് കാണുന്നവർക്കൊക്കെ ടെലഗ്രാം ത്രൂ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു വർഷത്തെ, അതായത് 2026 കംപ്ലീറ്റ് എക്സാംസും കവർ ചെയ്യാൻ നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ടത് 5499 rupees മാത്രമാണ്. നമ്മളുടെ ബെറ്റർ ഫ്യൂച്ചറിനായിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് 1 year ആണ്. 2026 വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സെയിം സിലബസ് ആണ്. നമ്മളൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് ഇന്റൻസീവ് പ്രാക്ടീസ് സെഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരിട്ട് എല്ലാവരെയും ക്ലാസ്സിൽ കാണാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.